കായംകുളം പുള്ളിക്കണക്ക് ഗുരുസിക്കാമൻ മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റ് നടത്തി. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് പട്ടത്തിരിയുടെയും ക്ഷേത്ര മേൽശാന്തി PU ഹരികൃഷ്ണന്റെയും കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. തിരുവുത്സവം ഏപ്രിൽ 4 വരെയാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം വെള്ളിയാഴ്ച ആരംഭിച്ച് ഏപ്രിൽ 2 അവസാനിക്കും. കുമ്പിക്കാട്ടുമഠം വിഷ്ണു നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഉത്സവത്തിന്റെ ആറാട്ട് ഘോഷയാത്ര ഏപ്രിൽ 4 പനയന്നാർകാവ് ദേവീക്ഷേത്ര കുളത്തിൽ നിന്നും ആരംഭിച്ച് ഗുരുസികാമൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പുള്ളിക്കണക്ക് മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കൊടിയേറ്റ് ഉത്സവം ഇന്ന് കൊടിയേറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഭഗവത് നാമത്തിൽ അപേക്ഷിച്ചുള്ളൂ. ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്രത്തിലെ ഉത്സവാദി കലശങ്ങളും അതുപോലുള്ള ചടങ്ങുകൾക്ക് പുറമെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും പല ഭാഗങ്ങളിലും ഓരോ കരക്കാരുടെ കണക്ക് കെട്ടുകാഴ്ചകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഡാൻസ്, നാടകം, കലാപരിപാടികൾ, ഭജന, അതുപോലുള്ള കഥകളി, അതുപോലുള്ള കലാരൂപങ്ങളും ഈ ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുകയാണ്. 10ാം ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ ആറാട്ട് സന്ധ്യയ്ക്ക് ശേഷം, ഉച്ചയ്ക്ക് ആറാട്ട് സന്ധ്യയ്ക്ക് ശേഷം പനയനാർകാവ് ക്ഷേത്രത്തിലെ ഭഗവാനെ ആറാടിച്ച് അതിനുശേഷം ആറാട്ട് ഘോഷയാത്ര പുള്ളിക്കണക്ക് മേനാത്തേരി ചന്ത വഴി പുള്ളിക്കണക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും വൈകിട്ട് 10 മണിക്ക് കൊടി ഇറങ്ങുകയും ചെയ്യും. അതോടുകൂടി ഈ വർഷത്തെ ഭഗവാന്റെ തിരുവുത്സവം സമാപനം കുറിക്കുകയാണ്. CDNet ന്യൂസ്, കായംകുളം.